ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോർട്ടിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തെ മത്സരം നമ്മുടെ RCB വേഴ്സസ് DC തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരുപാട് H2H ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. മത്സരം നടക്കുന്ന മറ്റെപ്പോഴല്ല, മെയ് 12-ാം തീയതി കൃത്യം 7:30 നമ്മുടെ ബാംഗ്ലൂരിന്റെ ഹോം ഗ്രൗണ്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഇവിടെ ഈ ഒരു മത്സരത്തിൽ നിങ്ങൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. മഴ പെയ്യാനുള്ള 100%, 80% ചാൻസ് ഉണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. പൈസ വെക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ. നോക്കിയിട്ട് ലൈനപ്പ് വന്നിട്ടൊക്കെ വെച്ചാൽ മതി. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൈസ വെള്ളത്തിലാവും, അത്രേ പറയാനുള്ളൂ. ചിലപ്പോൾ ഈ DL മെത്തേഡൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ കുറച്ച് ശോകമാണ്, വേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ എന്നാലും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുന്ന ചില ഗ്രാൻഡ് ലീഗ് യൂട്ടിലൈസ് ചെയ്യുന്ന കുറച്ച് വ്യക്തികളുണ്ട്. സോ അവർക്ക് വേണ്ടി കുറച്ച് സ്പെഷ്യൽ ടിപ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ടീമിനെ പറ്റി നോക്കുന്ന സമയത്ത് ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാനാണ്. കാരണം ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലാണ്. മസ്റ്റ് ആയിട്ട് തന്നെ കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ 10,000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി ഇനി വെറും 200 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ വേണ്ടൂ. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിനെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് നമ്മൾ RCB വേഴ്സസ് DC തമ്മിലുള്ള മത്സരത്തിന്റെ പിച്ചിനെ പറ്റി പറയാനാണ് എനിക്ക് ആദ്യം ഉള്ളത്. നമ്മുടെ ബാംഗ്ലൂരിന്റെ ഹോം ഗ്രൗണ്ടാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ബാറ്റിംഗ് സപ്പോർട്ടറിലായുള്ള ഒരു ഗ്രൗണ്ടാണ്. എസ്പെഷ്യലി നമ്മുടെ വിരാട് കോഹ്ലിയൊക്കെ ഏറ്റവും കൂടുതൽ 50s ഒക്കെ അടിച്ചൊരു ഗ്രൗണ്ട് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് വിക്കറ്റ്സ് വീണ ഗ്രൗണ്ടാണ്. നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ബോളേഴ്സിനാണോ സ്പിന്നേഴ്സിനാണോ പ്രയോറിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫാസ്റ്റ് ബോളേഴ്സിനാണ് തന്നെയാണ്. അതുപോലെ തന്നെ പോയിന്റ് ടേബിൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ മത്സരത്തിൽ DCയും അതുപോലെ തന്നെ RCB ആണ് കളിക്കുന്നത്. ഇരു ടീമുകളിലും ഏറ്റവും കൂടുതൽ പ്ലേ ഓഫിലോട്ട് കയറാനുള്ള പോസിബിലിറ്റീസ് ഉള്ള ഒരു ടീമാണ് DC. സോ അവർക്ക് മൈനസ് റൺ റേറ്റ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല റൺ റേറ്റോടുകൂടെ വിൻ ചെയ്താൽ മാത്രമേ പ്ലേ ഓഫിലോട്ട് എത്തിയിട്ട് കാര്യമുള്ളൂ. സോ അവർ നല്ല രീതിയിൽ ബാറ്റിംഗ് ആണെങ്കിലും നല്ല സ്കോർ എടുക്കും, ബൗളിംഗ് ആണെങ്കിലും നല്ല വിക്കറ്റ്സ് എടുക്കും. അപ്പോൾ എന്തായാലും DCക്ക് ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിലും സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിലും ബൗളേഴ്സിനെയും ബാറ്റിങ്ങും മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരെയൊക്കെ പിടിച്ചങ്ങോട്ട് ഇടുക. അപ്പോൾ DC ഇപ്പോൾ എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ DCയുടെ ബൗളേഴ്സ് നല്ല രീതിയിൽ വിക്കറ്റ്സ് എടുത്ത് കഴിഞ്ഞാൽ ബാംഗ്ലൂരിന് അധികം റൺസ് വരില്ല. മാച്ചിന് 120 ഓൾ ഔട്ട് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അതേ പവറിൽ തന്നെ ബാംഗ്ലൂർ ബൗളേഴ്സ് എറിയും. ദെൻ അവിടെയും വിക്കറ്റ് വീഴ്ച വരും. സോ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. പക്ഷേ ഈ മറ്റേ SRHന്റെ കളിയിലൊക്കെ കൊണ്ടുപോയിട്ട് മറ്റേ മാർക്കത്തിന് വനന്മാരെയൊക്കെ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മയിൽ തന്നെ റൺസ് എടുക്കും. സോ അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസും ഉണ്ട്. അത് നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. ലൈനപ്പ് അനുസരിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. റീസെൻ്റ് ആയിട്ട് നമ്മൾ ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന റീസെൻറ്റ് പെർഫോമൻസ് ജസ്റ്റ് ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ചിന്നസ്വാമി മൈ മിസ്റ്റേക്ക്. ചിദംബരം ഇപ്പം മറ്റേ CSK വേഴ്സസ് ആരായിരുന്നു? ഇപ്പോൾ വീഡിയോ ചെയ്തല്ലോ ദൈവമേ. CSK വേഴ്സസ് RR തമ്മിലുള്ള മത്സരത്തിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് ഈ ഒരു മത്സരത്തിൽ ഫസ്റ്റ് ബാറ്റിംഗ് GTക്ക് ആയിരുന്നു. ഏകദേശം 147 റൺസിന് ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. അത്യാവശ്യം റൺസ് സ്കോർ ചെയ്ത് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരാണ്. ഡേവിഡ് മില്ലർ, ഷാറൂഖ് ഖാൻ അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് കളിച്ചത്. അതുപോലെ തന്നെ RCBയിലാണെങ്കിലും ടോപ്പ് ഓർഡർ ബാറ്റിങ്ങുള്ള ആൾക്കാർ കളിച്ചു. പക്ഷെ അവിടെ വിക്കറ്റ് വീണു. ദെൻ മിഡിൽ ഓർഡറിൽ കുറച്ച് പേര് ദിനേശ് കാർത്തിക്കാണ് അത്യാവശ്യം റൺസ് എടുത്ത്. ചിലപ്പോൾ ടോപ്പിൽ ആ ഒരു വിക്കറ്റ്സ് വീണാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരായിരിക്കും അത്യാവശ്യം റൺസ് സ്കോർ ചെയ്യുക. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് നൂർ അഹമ്മദ് 2, ജോഷ് അലിറ്റിൽ 4 ഫാസ്റ്റ് ബോളറായ ജോഷ് അലിറ്റിലാണ് 4 വിക്കറ്റ് എടുത്തത്. സ്പിന്നർ 2 വിക്കറ്റ് എടുത്തുള്ള ആ ഒരു ഇന്നിങ്സ്. ഇപ്പുറത്തെ ഇന്നിങ്സിലോട്ട് നോക്കുമ്പോൾ കരൺ ശർമ്മ 1 വിക്കറ്റ്, വിജയ് കുമാർ വൈശാഖ് 2 വിക്കറ്റ്, ക്യാമറോൺ ഗ്രീൻ 1 വിക്കറ്റ്, അതുപോലെ തന്നെ യാഷ് ഡയാൽ 1 വിക്കറ്റ്, മുഹമ്മദ് സിറാജ് 2 വിക്കറ്റ്സാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ 3 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും ബാക്കി ഫുള്ള് 3 വിക്കറ്റ് സ്പിന്നേഴ്സും ബാക്കി ഫുള്ള് ഫാസ്റ്റ് ബോളേഴ്സാണ് എടുത്തിരിക്കുന്നത്. 11 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 3 വിക്കറ്റാണ് സ്പിന്നേഴ്സ് എടുത്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഫാസ്റ്റ് ബോളേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. റൺസ് എത്ര വരുന്നെന്ന് എന്നോട് ചോദിക്കരുത്. അങ്ങനെ വരത്തുള്ളൂ റൺസൊക്കെ.
അത് തൊട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ ആവറേജ് റൺസ് ഒരു 160 പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ കളിയിൽ നോക്കിക്കോ, വേണേൽ 90 റൺസിൽ ആൾ ഔട്ടാവും. അപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, നമുക്ക് ആവറേജ് വെച്ച് മാത്രം പറയാം. കാരണം ഇനി വരുന്ന മാച്ചൊന്നും പ്രഡിക്ഷനിലൊന്നും നിൽക്കുന്ന കാര്യമല്ല. പക്ഷെ മാച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, ദാറ്റ്സ് ഓൾ. കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടുത്തെ റൺസിനെ പറ്റി പറയുമ്പോൾ ആവറേജ് റൺസ് ഒരു 180 റൺസ് വരെ തീർച്ചയായിട്ടും വരുന്നതാണ്. പക്ഷേ ഈ ഒരു മത്സരം എത്ര വരുന്ന അറിയില്ല. തീർച്ചയായിട്ടും ഏത് ടീമാണെങ്കിലും റൺസ് അടിച്ചെടുക്കാനേ നോക്കത്തുള്ളൂ. റൺസിൻ്റെ കാര്യത്തിൽ പന്നും ഉണ്ടാവില്ല. മാക്സിമം 180 വരും കേട്ടോ. ഫാസ്റ്റ് ബോളേഴ്സ് 663 വിക്കറ്റും സ്പിൻ ബോളേഴ്സ് 300 വിക്കറ്റ്സുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റെയിൻ പോസിബിലിറ്റീസ് 71% ഉണ്ട്. അവിടുത്തെ ബാംഗ്ലൂരിലത്തെ താപനില 23 ഡിഗ്രി സെൽഷ്യസ് ആണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. ഒന്നും പറയാൻ പറ്റത്തില്ല, മഴ എപ്പോൾ പെയ്യും ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇതുവരെ ബാംഗ്ലൂരും ഡൽഹിയും തമ്മിൽ ഒരുപാട് മത്സരങ്ങൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്. 30 മത്സരങ്ങളാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിൽ 19 നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും 11 ഡൽഹിയാണ് വിൻ ചെയ്തത്. കൂടുതൽ അവിടെ ബാംഗ്ലൂർ തന്നെയാണ്. ഇതേപോലെ തന്നെ വെതർ റിപ്പോർട്ടൊക്കെ പറയുന്ന സമയത്ത് എന്തായാലും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ്. ബെസ്റ്റ് ഫാസ്റ്റ് ബൗളേഴ്സ് ആണ് സ്പിന്നേഴ്സ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റ് ബൗളേഴ്സ് തന്നെയാണ്. ആവറേജ് സ്കോർ 190 180 എന്തായാലും അത്രയൊക്കെ റൺസ് വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം, ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. ദെൻ നിങ്ങൾക്ക് കുറച്ച് നല്ല കിടിലൻ ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ പറയാൻ പോകുന്നത് നമ്മുടെ ഫോക്കസ് 11 പറ്റിയാണ്. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. ഇപ്പോൾ ഡെയിലി ഇവർ ഗീവ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ മുംബൈ KKR മാച്ചിന് ഗീവ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻട്രി ഫീസ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. നമ്മളെ ഡ്രീം ഇലവനിലൊക്കെ ഇങ്ങനെ ഓഫർ തരാറുണ്ട്. ഇല്ലല്ല, എപ്പോഴേലൊക്കെ അല്ലാമാർ തരാറുള്ളൂ. ഇവർ കൂടുതലും ഓഫർ മാത്രം ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ ആകുമ്പോൾ കൂടുതൽ ഓഫേഴ്സാണ് തരുന്നത്. കാരണം പുതിയൊരു ആപ്ലിക്കേഷനാണ്, അവർക്കൊന്ന് പച്ച പിടിച്ച് വരണം. ആ പച്ച പിടിച്ച് വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കാം. അല്ലാതെ അവർ ലാഭത്തിലോട്ട് കൊണ്ടുവരുത്താനല്ല, ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് പച്ച പിടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഒരു ഐഡിയ ആണ്. അതെന്തായാലും ഇന്ന് ട്രൈ ചെയ്യുക. ഇതിനപോലെ തന്നെ ഇതാ 777 രൂപയുടെ കോൺടസ്റ്റ് 666 ഒരു കോൺടസ്റ്റ്. അതായത് ഡ്രീം ലെവലിൽ 776 അല്ല, ഈ ഒരു സെയിം കോൺടസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ അവന്മാർ 800 അല്ലെങ്കിൽ 850 രൂപ മേടിക്കും. എന്നിട്ട് ഇവിടെ 777 മേടിക്കത്തുള്ളൂ. അതിന്നും അവന്മാർ ഡിസ്കൗണ്ട് ആയിട്ട് 666 രൂപയ്ക്കാണ് തരുന്നത്. അപ്പൊ അതിൻ്റെ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട തന്നെയാണ് നമ്മുടെ ഫോക്കസ് 11. തന്നെ അതുപോലെ തന്നെ ചോയ്സ് 11 ഇതുവരെ ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. കാരണം ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. ഇപ്പോൾ എല്ലാ മത്സരങ്ങളും ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കണ്ടോ 49 രൂപയുടെ കോൺടസ്റ്റ് 39 രൂപയുള്ള. അപ്പൊ അങ്ങനെ ഒരുപാട് എൻട്രി ഫീസിൽ നല്ല ഡിഫറൻസും വേരിയേഷൻസും കൊണ്ടുവരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഹൈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇതാ 39,000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നതിന് 1,00,000 രൂപ കിട്ടും. മറ്റുള്ള ആപ്ലിക്കേഷനിലൊക്കെ ആണെങ്കിൽ 40,000 രൂപ വരെയൊക്കെ പോയി എന്ന് വരാം. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര കുറവാണ്. സോ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചോയ്സിലും ട്രൈ ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ വഴി ബോണസ് കിട്ടും. കുറച്ച് പൈസ ആഡ് ചെയ്ത് കുറച്ച് പൈസ ബോണസിനൊക്കെ യൂസ് ചെയ്ത് ഒന്ന് കളിക്കാൻ ശ്രമിക്കുക. ദെൻ വിഷൻ 11 ഡെയിലി 50,000 രൂപയ്ക്ക് ഗീവ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ വിഷൻ 11 അപ്ഡേറ്റ് ചെയ്യാത്തതിന് തീർച്ചയായും അപ്ഡേറ്റ് ചെയ്യുക. ഒരുപാട് പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുബേര ഫാന്റസി ഈസ് എ മെയിൻ തിങ്. ഒരുപാട് കോൺടസ്റ്റുകൾ എൻട്രി ഫീസ് വളരെ കുറവായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ മേടിക്കുന്നത്. സോ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുബേര ഫാന്റസി ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്യുക. ഡ്യോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. 5 പ്ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണ് അവരെ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു ഏക ആപ്ലിക്കേഷനാണ് നമ്മുടെ കുബേര ഫാന്റസി. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാതെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ദെൻ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ താല്പര്യമുള്ള മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി. പ്രോബബിലി പ്ലേയിങ്ങിലോ നോക്കുകയാണെങ്കിൽ നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലാണെങ്കിൽ ഫാഫ് ഡു പ്ലെസി, വിരാട് കോഹ്ലി, വിൽ ജാക്ക്, രാജിത് പട്ടിദാർ, ദെൻ കാമറോൺ ഗ്രീൻ, ദിനേശ് കാർത്തിക്, മാഫിൽ ലൂമർ, ദെൻ സ്വപ്നിൽ സിംഗ്, കരൺ ശർമ്മ, ലോക്കി ഫെർഗൂസൺ, മുഹമ്മദ് സിരാജ്, ഇത്രയും പേരാണുള്ളത്. ഇമ്പാക്ട് പ്ലെയറായിട്ട് യാഷ് ടയലാണ് കേട്ടോ വരാൻ ചാൻസ് ഉള്ളത്. ഡൽഹി ക്യാപിറ്റലോട്ട് നോക്കുന്ന സമയത്ത് ഈ ഫാസ്റ്റിൽ വന്നിട്ട് അതങ്ങോട്ട് തെറ്റിപ്പോകും. നാക്കിങ്ങനെ റൗണ്ടിലിങ്ങനെ ഉരുണ്ടു പോകത്തില്ലേ, ആ ഒരു ഫ്ലോയിൽ വന്നപ്പോൾ അതങ്ങനെ ഉരുണ്ടു പോയതാ. പിന്നെ ഡൽഹി ക്യാപിറ്റൽസ് എനിക്ക് പറയാനൊക്കെ കിട്ടുന്നുണ്ടോ, അത് ആ ഒരു ഫ്ലോയിൽ വന്നപ്പോൾ പോയതാ. ജെയ്ക്ക് ഫ്രൻസറാണ് ഫസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ഷായ് ഹോപ്പ്, അസ്തർ പട്ടേൽ, കുമാർ കുഷരംഗാര, then അതുപോലെ തന്നെ എന്തുട്ടാ പേരിടാ, കുഷ്കാര ദാറ്റ്സ് ഓൾ. ദെൻ ക്രിസ്ത്യൻ സബ്സ്, അതുപോലെ തന്നെ ജി നൈബ്, അതുപോലെ റാസിഖ് സലാം,
കുൽദീപ് യാദവ്, ഇഷാന്ത് ശർമ്മ, മുകേഷ് കുമാർ, ദെൻ കലീൽ അഹമ്മദ്, ഇത്രയും പേരാണ് ഉള്ളത്. ഇതിൽ തീർച്ചയായും 2 പ്ലേയേഴ്സിന് ആരെ ഇമ്പാക്ട് പ്ലെയറായിട്ട് അഭിഷേക് പോരെ വരാൻ ചാൻസ്. 2 പ്ലേയേഴ്സിന് ആരെ തീർച്ചയായും പിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയും ജയ്ക്ക് ഫെൻസറും തീർച്ചയായിട്ടും പിക്കാൻ ശ്രമിക്കുക. തീർച്ചയായും 2 പേരും നല്ലൊരു പെർഫോമൻസ് ആണ്. ദെൻ തീർച്ചയായിട്ടും 4 പ്ലേയേഴ്സിൽ ആരൊക്കെ പിക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് സിരാജ്, അതുപോലെ തന്നെ വിരാട് കോഹ്ലി, ജയ്ക്ക് ഫെൻസർ, കുൽദീപ് യാദവ്, ഇവർ 4 പേരെയും പിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ റെക്കോർഡ്സ് ഉള്ള പ്ലേയേഴ്സാണ് ഇവരൊക്കെ. തീർച്ചയായിട്ടും നിങ്ങൾ ടീമിലോട്ട് വേണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ RCBയിൽ കീ പ്ലേയേഴ്സ് ആയിട്ട് പറയാനുള്ള വിരാട് കോഹ്ലി റീസെൻ്റ് ആയിട്ട് നല്ല പെർഫോമൻസ് ആണ്. ഇതുവരെ കളിച്ച 11 IPL മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം 634 റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഓറഞ്ച് ക്യാപ്പ് പുള്ളിയുടെ കയ്യിലാണ്. രാജിത് പട്ടിദാറാണ് അടുത്തതായിട്ടുള്ളത്. അല്ല, മാറിയാ അറിയത്തില്ല, ഞാൻ റീസെൻ്റ് ആയിട്ട് നോക്കിയപ്പോൾ നമ്മൾ വിരാട് കോഹ്ലി ആയിരുന്നു. രാജിത് പട്ടിദാറാണ് പറയാനുള്ളത്. പട്ടിദാര എന്ത് ധാരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. റീസെൻ്റ് ആയിട്ട് അഗൻസ്റ്റ് പഞ്ചാബ് കിങ്സുമായിട്ട് 23 ബോളിൽ 55 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ അദ്ദേഹം 268 റൺസ് എടുത്തിട്ടുണ്ട്. RCBയുടെ ഒരു നട്ടലിലാണ്. വേണ്ട സമയത്തൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയർ കൂടെയാണ് നമ്മുടെ രാജിത് പട്ടിദാർ. തന്നെ അതുപോലെ തന്നെ ക്യാമറോൺ ഗ്രീൻ ആണെങ്കിൽ റീസെൻ്റ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ റൺസ് എടുത്തായിരുന്നു. അഗൻസ്റ്റ് PVKസുമായിട്ട് 46 റൺസ് എടുത്തായിരുന്നു. അതുപോലെ തന്നെ ബോളിംഗ് 4 ഓവേഴ്സ് ചെയ്യുന്നതുകൊണ്ട് വിക്കറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. സോ അദ്ദേഹം മസ്റ്റായിട്ട് നിങ്ങളുടെ ടീമിലോട്ട് വേണം തന്നെ. അതുപോലെ തന്നെ മുഹമ്മദ് സിരാജ് ആണെങ്കിൽ റീസെൻ്റ് ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിക്കറ്റ് ടേക്കിംഗ് ആണ് വരുന്നത്. അഗെയിൻസ്റ്റ് GT ആയിട്ട് മാൻ ഓഫ് ദ മാച്ച് അവാർഡൊക്കെ പുള്ളിക്കാണ് കിട്ടിയത്. നല്ല രീതിയിൽ വിക്കറ്റ്സ് എടുക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 3 വിക്കറ്റ് അദ്ദേഹം എടുത്തായിരുന്നു. അതുപോലെ തന്നെ ജയ്ക്ക് ഫ്രൻസർ ആണ് അടുത്തായിട്ട് ഡൽഹി ക്യാപിറ്റൽസിന്റെ എടുത്ത് പറയാനുള്ളത്. റീസെന്റ് ആയിട്ട് 20 ബോളിൽ 3 50s അടിച്ചിട്ടുണ്ട്. ഈ റീസെന്റ് ആയിട്ട് വേറെ 7 മത്സരങ്ങളിൽ നിന്ന് 309 റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രിസ്റ്റൻ സ്റ്റബ്സ് ആണെങ്കിലും തീർച്ചയായിട്ടും ഡൽഹി ക്യാപിറ്റലിന്റെ ഒരു മെയിൻ പ്ലെയർ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്നത്. ഡൽഹി ക്യാപിറ്റൽസിന് ഒരു നട്ടല് വേണ്ട സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നട്ടലായി നിൽക്കും. അല്ലാത്ത സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോം ചെയ്യുന്നുണ്ട്. കുൽദീപ് യാദവ് ആണെങ്കിൽ റീസെൻ്റ് ആയിട്ട് 14 വിക്കറ്റ്സാണ് അദ്ദേഹം എടുത്തുള്ള വെറും 12 മത്സരങ്ങളിൽ നിന്ന് കളിച്ചിട്ട്. അദ്ദേഹം നല്ലൊരു പ്ലെയർ ആയിരിക്കും നിങ്ങൾ ഇന്നത്തെ പിക്കിൽ. അതുപോലെ തന്നെ അസർ പട്ടേൽ ബാറ്റിംഗ് പ്ലസ് ബൗളിംഗ് ചെയ്യുന്നതുകൊണ്ട് റീസെൻ്റ് ആയിട്ട് കളിച്ച പെർഫോമൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് 10 വിക്കറ്റ് അതുപോലെ തന്നെ 164 റൺസും ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും അദ്ദേഹം നിങ്ങളുടെ ടീമിലോട്ട് ഇരുന്നത് നല്ലൊരു ചോയ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ടീമായ നമ്മുടെ ഡൽഹി ക്യാപിറ്റൽ വേഴ്സസ് ബാംഗ്ലൂർ നമ്മുടെ മത്സരത്തിൻ്റെ ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഡ്രീമിലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ മാച്ചായ ഡൽഹി ക്യാപിറ്റൽ വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. തീർച്ചയായിട്ടും ഹൈ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യാതിരിക്കുക. കാരണം മഴ പെയ്യുന്നതുകൊണ്ട് ഒരു ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ടീം നോക്കുന്ന സമയത്ത് നമ്മുടെ ദിനേശ് കാർത്തിക്കിനെ പിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിരാട് കോഹ്ലി, ഫ്രൻസർ, അതുപോലെ തന്നെ ക്രിസ്റ്റ്യൻ സ്റ്റബ്സ്, അസ്തർ പട്ടേൽ, ക്യാമറോൺ ഗ്രീൻ, വിൽ ജാക്സനെയും പിക്ക് ചെയ്യാം. കുൽദീപ് യാദവ്, മുഹമ്മദ് സിരാജ്, കലീൽ അഹമ്മദ്, 3 ആളെ. കലീൽ അഹമ്മദ് നിങ്ങളുടെ ഓപ്ഷനാണ്. പക്ഷേ ഞാൻ തീർച്ചയായിട്ടും അതേ പിക്ക് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഫാസ്റ്റ് ബോളേഴ്സ് വേണം, ഇല്ലാതെ പറ്റത്തില്ല. ഇതിലിപ്പോൾ 2 ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ട്. ഇതിലിപ്പോൾ ഒരെണ്ണേ ഉള്ളൂ, ഒരാളെങ്കിലും വേണം. ഇപ്പോൾ കുൽദീപ് യാദവിനെ മാറ്റിയിട്ട് മാറ്റി അതാരെ നോക്കിയിട്ട് നമുക്ക് ആ ഒരു ടൈമിൽ ചെയ്യാം. നമ്മുടെ ടീം ജസ്റ്റ് നോക്കാം. ഇനി ക്യാപ്റ്റൻ VC കൂടെ ഒന്ന് പിക്ക് കേട്ടോ. ക്യാപ്റ്റൻസി ഞാൻ തീർച്ചയായിട്ടും കൊടുക്കുന്നത് വിരാട് കോഹ്ലി തന്നെയാണ്. കാരണം ഈ ഒരു പരിധിയില്ലാത്ത ഫോമുള്ളതുകൊണ്ടാണ്. ദെൻ അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റനായിട്ട് ഞാൻ കൊടുത്തത് ട്രിസ്റ്റൻ സ്റ്റബ്സ് ആണ്. ക്യാമറോൺ ഗ്രീൻ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ വിൽ ജാക്സൺ നല്ലൊരു ഓപ്ഷനാണ്. മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരെ എപ്പോഴും സേഫ് ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നുണ്ട്. ടീം നോക്കുന്ന സമയത്ത് ദിനേശ് കാർത്തിക്, അതുപോലെ തന്നെ നമ്മുടെ വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലിസി, തന്നെ അതുപോലെ തന്നെ ഫ്രേക്ക് ജെൻസർ, ക്രിസ്റ്റ്യൻ സ്റ്റബ്സ്, അതുപോലെ തന്നെ അസ്തർ പട്ടേൽ, വിൽ ജാക്സ്, ക്യാമറോൺ ഗ്രീൻ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിരാജ്, കലീൽ അഹമ്മദ്, ഇത്രയും പേരെ നമ്മുടെ ടീമിൽ ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ല, തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.